കേൾക്കുന്നുണ്ട് ചേച്ചി. ഇവിടെ ഉണ്ട് ഞാൻ. ചേച്ചി എവിടെയോ പോയി ചിന്തന്നെ ചേച്ചി സഞ്ചിക്കകത്ത്. ഞാൻ ഈയിടെ ഒരു പ്രസംഗത്തിന് കൂടിയിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. മറന്നോ? പിന്നെ മറക്കന്നെ, ചേച്ചി എന്നെ കൊണ്ട് കാണിച്ചതല്ലേ എഴുതിയത്. അതിന് പ്രസംഗിച്ചതിന് എൻ്റെ അടി എനിക്ക് കുറേ സമ്മാനങ്ങൾ കിട്ടി. നിങ്ങൾക്ക് കാണണമെങ്കിൽ സമ്മാനങ്ങളോ? സമ്മാനങ്ങൾ ഇത് കണ്ടോ? ഇങ്ങനെ ഓരോന്നും കാണിക്കാം. ഇത് കണ്ടോ? പിന്നെ ഇത് കണ്ടോ? ഇത് കണ്ടോ? നല്ല 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 വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ്. അവിടുന്ന് ആൾക്കാർ വിളിച്ചു എന്നോട് ചെല്ലണം ചേച്ചി, ഇന്നലെ പ്രസംഗിച്ചത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പോയി, അതുകൊണ്ട് എല്ലാവരുടെയും വക സമ്മാനം ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, എത്രയും വേഗം ചെന്നത് എല്ലാം മേടിച്ച് അവിടെ വൃത്തിയാക്കി കൊടുക്കണമെന്നും പറഞ്ഞു. ഞാനേ ചേച്ചി ഇന്നലെ കേട്ടപ്പോഴേ ഞാൻ എന്നാ കാണിച്ചത്, ഞാൻ ചെന്നപ്പോ ഉണ്ട് ഇതെല്ലാം കൂടെ അതിലെ അത് ചേച്ചി ഇന്നലെ ആ പ്രസംഗത്തിന്റെ ആവേശത്തിൽ ഇത് കാണാഞ്ഞിട്ടാ ഞാൻ വന്നായിരുന്നു. ഞാൻ ദൂരെ നിപ്പണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇന്നലെ ചേച്ചി എഴുതി തന്നത് കണ്ടതേ തോന്നിയായിരുന്നു ചേച്ചിക്ക് നല്ല സമ്മാനങ്ങൾ കിട്ടാൻ വഴിയുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ എന്നായിരുന്നറിയോ, കുറച്ച് ദൂരെയാ മാറിയുന്നേ. നോക്കുമ്പോ ഉണ്ടാ ഇങ്ങനെ ഇങ്ങനെ പുകന്ന് വരുന്നു. ചേച്ചി ഇതൊന്നും കാണുന്നില്ലല്ലേ? എന്തായാലും ഭാഗ്യം മേത്ത് തട്ടിയില്ലല്ലോ, ചേച്ചിയുടെ മേത്ത് തട്ടിയില്ലല്ലോ. ഇങ്ങനെയാണെന്നൊരു സൂചന കിട്ടിയെങ്കിൽ ഞാൻ ഇതെടുക്കാൻ ഞാൻ പോവോ? നാണം. അതെന്നാ ചേച്ചി എന്നാ നോക്കിയേ, എന്താ സ്വപ്നം കണ്ടാണോ എന്ന് പ്രസംഗിച്ച? ഈ ഏറ് വരുന്നൊന്നും ചേച്ചി കാണായിരുന്ന? എന്താ കണ്ടില്ല? അത് വേറെ ഓരോന്ന് ശ്രദ്ധിച്ച പിന്നെ പ്രസംഗം പറയുന്നത് അത് നേരാ. അതിന് വേണ്ടി നീ അത് അറിഞ്ഞിട്ട് എന്നോട് ഒരു വാക്കും മിണ്ടിയില്ലല്ലോ. ഭയങ്കര എന്റെ ചേച്ചി ഇങ്ങനത്തെ പ്രസംഗം ഒന്നും കൊണ്ട് ഇനിയും പോവരുത് കേട്ടോ. പോകരുത്. എന്നാ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ബോധമില്ല, അതേ ഞാൻ പറയുന്നുള്ളൂ. കാര്യഗൗരവമായ പ്രസംഗമാണല്ലോ. പ്രസംഗം കേട്ടപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ വലിച്ചെറിയല്ല ചെയ്യേണ്ടത്. ബോധം ഉണ്ടെങ്കിൽ ഇത്ര നാണം കെട്ട ആൾക്കാർ കൊള്ളാം. ഏതായാലും സാരമില്ല. കൊള്ളാം. ഞാൻ ആകെ ചമ്മിപ്പോയെന്ന് പറഞ്ഞാൽ മതി. ആ കൊണ്ടി ചെന്ന് ഇതെല്ലാം വാരിയെടുത്ത് വാരി വൃത്തിയാക്കാതെ അവരെന്നെ വിട്ടില്ല അല്ലേ? കുഴപ്പമില്ല. ഇനിയും കൂടുവാ മത്സരത്തിന്? ഇനിയും ഞാൻ കൂടും. ഞാൻ ഇതുകൊണ്ടൊന്നും അടങ്ങിയിരിക്കല. ഇനി ഇതിൽ നല്ല പ്രസംഗം ഞാൻ അവിടെ തന്നെ നടത്തും. എന്നെ തോപ്പിക്കണ്ട. ആരും തോപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മളെ ചേച്ചിയെ ആരും തോപ്പിക്കില്ല കേട്ടോ. കണ്ടോ? അന്നേരം നീ വരണം, ഞാൻ വരാം. കേൾക്കാൻ.